Assalamu alaikum. Welcome back to our channel Matrix and Tips. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഉഴുന്നുവടയുടെ ഒക്കെ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിലൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്. ഇത് രണ്ടും നല്ലപോലെ കഴുകിയിട്ട് 1 മണിക്കൂർ നമുക്ക് കുതിർത്തി വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഇത് ഊറ്റിയെടുത്തിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം. ഒരു ഇഡ്ഡലിയുടെ ബാറ്ററിന്റെ പരുവമൊക്കെ മതി, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. കുറച്ച് തരി ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി: 1 വലിയ സവാള, 1 വലിയ ക്യാരറ്റ്, ഇത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ 1 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ 2 പച്ചമുളകും, കുറച്ച് ഉപ്പും. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബാറ്ററിൽ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ക്യാരറ്റും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കണ്ട. നമുക്കിത് തയ്യാറാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓയിൽ നല്ലപോലെ ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഓരോ സ്പൂണിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മൾ ഈ സ്നാക്കിന്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നമ്മുടെ ചട്നിയുടെ കൂടെയും തൈരിൽ ചമ്മന്തിയൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയുടെ കൂടെയും പിന്നെ സോസിന്റെ കൂടെ ഒക്കെ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും ഒരു 5-10 മിനിറ്റ് ആവശ്യമുള്ളൂ. നമ്മൾ ഇത് 1 മണിക്കൂർ കുതിർത്തി വെക്കണം എന്ന് മാത്രമുള്ള ഒരു ടൈമേ നമുക്ക് അല്ലാതെ ആവശ്യം വരുന്നുള്ളൂ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ ടൈം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.